എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഇവരിപ്പോ ഈ വീട് മാത്രമല്ലല്ലോ, വേറെ കുറെ സ്ഥലങ്ങൾ വാങ്ങിയിട്ടില്ലേ? അല്ലടാ, ആ വീടും പറമ്പും വാങ്ങിയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. അല്ലെങ്കിൽ നീ ഒന്ന് നോക്കിയേ, കിട്ടിയപ്പോ വാങ്ങിയതാ. ആ വീടും സ്ഥലത്തിന് എന്തോ പ്രശ്നം ഉണ്ടടാ. ശാപം കിട്ടിയ മണ്ണത്. നിനക്ക് വല്ല ഭ്രാന്തും ഉണ്ടാ? ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? എന്നാലും നിന്റെ പെങ്ങള് എന്ത് കാര്യത്തിനാടാ അവളന്ന് തൂങ്ങിയത്? അതും ആ വീട്ടില്. ഞങ്ങളുടെ ജീവനായിരുന്നുടാ അവള്. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. പെങ്ങള് പോയി 1 വർഷം തികയുന്നതിന് മുന്നേ ചേട്ടനും പോയി. പുഴ വട്ടം മുറിച്ച് നിന്നോനാ. വെള്ളത്തിൽ മുങ്ങി മരിച്ചൊന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടന്മാരൊന്നല്ല. ഇതൊന്നും ആയിസത്താത്ത മരണങ്ങളാണ്. ഇവൻ പറഞ്ഞതിനും കാര്യമുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ നാട്ടുകാർ പാടി തുടങ്ങിയാലേ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നീ പോണേക്കാളുമ്പേ ഒരു തീരുമാനം എടുക്ക്. അതല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചേ നല്ലൊരാൾ കണ്ടുപിടിക്കുക, എന്നിട്ട് പരിഹാരക്കൾ ചെയ്യും. കേട്ടോ, ഞാൻ വരാം. നിനക്ക് ലീവ് അധികമില്ല അല്ലേ? ആ വീടെന്താ കൊടുക്കാൻ പോവാ? ആ വീട്ടിലൊന്നൊരു കുഴപ്പമില്ലടോ. ഞാൻ കാരണം നിന്റെ പെങ്ങള്, അവൾക്ക് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എനിക്കും. വീട്ടിലോ ഞാൻ പ്രശ്നമാണെന്ന് അവൾ പറഞ്ഞതാ. ഞാൻ അവൾക്ക് തരുന്നത്. അവള് തൂങ്ങിയാടുമ്പോ ഒരുപാട് പെട്ടെന്നിട്ടുണ്ടാവൂലേ? തൂങ്ങി ആടുമ്പോഴല്ല, നീയൊക്കെ കൂടി കെട്ടി തൂക്കിയപ്പോ നിന്റെ ഒക്കെ ഒരു ദുരഭിമാനം ശിവനൊക്കെ വരുന്നവടാ. നിന്റെ ഒക്കെ ജാതി കുഞ്ഞിക്കളങ്ങളുടെ കൂടെ പെട്ടെ നിന്നൊക്കെ അന്ന് തീർക്കേണ്ടതായിരുന്നു. തീർത്തത് ഞാനാടാ, നിന്റെ ചേട്ടൻ. നിന്റെ മോന് കർമ്മം ചെയ്യാൻ സമയമില്ല.